പെൺകരുത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷീജ ജയമോൻ, ഷീജാസ് IT മാൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഓർഗനൈസേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാനൊരു 1993 കമ്പ്യൂട്ടർ ഹാർഡ്വെയർ രംഗത്ത് ഈ ബിസിനസ്സിലേക്ക് വന്നത്. 1992 ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ 2 ചെറിയ മുറികളിൽ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻ്ററായിട്ടാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ആരംഭം. പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നത് BSc സുവോളജി ആയിരുന്നു. അതിൻ്റെ ഒപ്പം എൻ്റെ ചേട്ടൻ LBSൽ നിന്ന് കമ്പ്യൂട്ടർ A-ലെവൽ കോഴ്സൊക്കെ പാസ്സായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ വീടിൻ്റെ പനങ്ങാട് ഞങ്ങളുടെ വീടിൻ്റെ 2 മുറികളിൽ ഒരു ചെറിയ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻ്ററായിട്ടാണ് ഞങ്ങളൊരു ബിസിനസ് ജീവിതം ആരംഭിക്കുന്നത്. 1993 ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പാസ്സായതിനു ശേഷം ഞങ്ങൾ എറണാകുളത്തുള്ള ടൗൺ ഹാൾ റോഡിലുള്ള ഒരു 150 സ്ക്വയർ ഫീറ്റ് ഒരു ഓഫീസിലേക്ക് ഞങ്ങളുടെ ബിസിനസ് മാറ്റിയും DTP സെൻറ്റർ, ഈവൻ കമ്പ്യൂട്ടർ അസംബ്ലിങ് ചെയ്യുന്ന ഒരു സെനിക്കോൺ കമ്പ്യൂട്ടേഴ്സ് പറഞ്ഞ് അസംബിൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്കുള്ള വിപുലീകരിക്കുന്ന രീതിയിലേക്ക് ട്രെയിനിങ് സെൻറ്റർ എന്നുള്ളത് ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള ലെവലിലേക്ക് ഞങ്ങളുടെ ബിസിനസ്സിനെ ഞങ്ങൾ മാറ്റി. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഒരു ബിസിനസ് ജീവിതം വളരെ സീരിയസ് ആയിട്ട് ആരംഭിക്കുന്നത്. അന്ന് ശരിക്കും ഞങ്ങളൊക്കെ ഒരു ട്രെയിനിങ് ഇപ്പോൾ ഹാർഡ്വെയർ രംഗത്ത് വരുമ്പോൾ അന്ന് MNC ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ തന്നെ ഇപ്പോൾ വിപ്രോ, ശിവ, അങ്ങനെയുള്ള കുറേ നാഷണലി പ്രസൻറ്റേഷനുള്ള ഒത്തിരി മേജർ ബ്രാൻഡുകൾ കൈയടക്കി വാഴുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് എന്നുള്ള ലെവലിൽ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് സെനിക്കോൺ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ലെവലിൽ അന്നത്തെ കേരളത്തിലെ ഏറ്റവും ഒരു പ്രിഫേർഡ് ബ്രാൻഡ് എന്നുള്ള ലെവലിൽ സാധാരണ ആൾക്കാർക്കൊക്കെ അവരുടെ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ അവരുടെ ഇഷ്ടമുള്ള കസ്റ്റമൈസേഷനോടെ കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഞങ്ങളൊരു ബിസിനസ് ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു ഉന്നതി പ്രാപിച്ചത്. എനിക്ക് തോന്നുന്നു 1999-2000 കാലമായപ്പോൾ ഈ ഒരു ബിസിനസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനകീയമായ ഒരു കാലമായിട്ട് മാറി. ആ ഒരു 1999-2000 എൻ്റെ ബിസിനസ്സും വളരെയധികം ഒരു വളർച്ച പ്രാപിക്കുന്ന രീതിയിലേക്ക് എൻ്റെ ബിസിനസ്സും വളരെയധികം വികസിച്ചു. ഞാൻ തിരുവനന്തപുരം, കൊല്ലം, കാലിക്കറ്റ്, മൂവാറ്റുപുഴ എല്ലാ സ്ഥലങ്ങളിലും കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്ന ആൾക്കാർക്ക്, അതൊരു 1000-ഓളം ഡീലേഴ്സിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് ഒരു 97-98 തൊട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു രീതിയിലേക്ക് എൻ്റെ ഒരു ബിസിനസ് മാറി. എഗെയിൻ ഒരു 2000 ഇപ്പോഴും ഹോൾസെയിലും എഗെയിൻ ഒപ്പം റീറ്റെയിലുമായിട്ട് 2011 ഞാൻ ഷീജാസ് IT മാൾ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ഫ്ലോട്ട് ചെയ്തത്. അതിൻ്റെ തന്നെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു ഓഫീസ് കൺസെപ്റ്റിലാണ്, ഷോറൂംസ് അത്ര ജനകീയമായിരുന്നില്ല. ഒരു കമ്പ്യൂട്ടർ 1 ലക്ഷത്തിൻ്റെയോ 1.5 ലക്ഷം രൂപയുടെയൊക്കെ കമ്പ്യൂട്ടർ വാങ്ങുന്ന ആൾക്കാർക്കും കമ്പ്യൂട്ടറുകൾ എങ്ങനെ വരും എന്ന് കാണാനോ അത് എന്തായിരിക്കും എന്ന് ഒരു ടച്ച് ആൻഡ് ഫീൽ ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ വാങ്ങുന്ന എല്ലാ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാറ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു കമ്പ്യൂട്ടറിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു രീതി ആൾക്കാർക്ക് വന്നിട്ട് നമ്മളാണെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ പല ആൾക്കാരും ഡിസാറ്റിസ്ഫൈഡ് ആവും. ഞാൻ വാങ്ങണ സാധനത്തിന് എന്തായിരിക്കും കളറ്, ഇത് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള ഒരു സംശയം വന്നപ്പോൾ അവർക്കൊരു ടച്ച് ആൻഡ് ഫീൽ ഒരു അനുഭവം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ 2011 ഷീജാസ് IT മാൾ എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഞങ്ങൾ ഈ എളംകുളത്ത് ഞങ്ങൾ ആരംഭിച്ചു. അതിൽ എല്ലാ മേജർ ബ്രാൻഡുകളിലും ചെയ്യുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ഈ ഒരു ബിസിനസ് ഞങ്ങൾ ആ ഒരു തലത്തിലേക്ക് മാറ്റി. ഇപ്പോൾ ഞങ്ങളുടെ ഒരു മേജർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ 2 വർഷം മുമ്പ് ഞാനിപ്പോൾ എൻ്റെ ഈ സ്ഥലത്ത് തന്നെ ശരിക്കും ഒരു ലേഡീസ് ബോട്ടിക്കും കൂടി ഞാൻ തുടങ്ങി. അപ്പോൾ അതിൽ മേജറായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു ഫാഷൻ രംഗത്ത് എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് ഹാൻഡ് പിക്ക് ചെയ്യുന്ന എൻറ്റയർ ലേഡീസ് ഐറ്റംസും ഈവൻ സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്യുന്ന ഒരു ചെറിയൊരു സ്റ്റുഡിയോ ബോട്ടിക്കും കൂടി ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തുടങ്ങി. അപ്പം ആ ഒരു ഹാർഡ്വെയറും ഓൾമോസ്റ്റ് IT ഹാർഡ്വെയർ, മൊബൈൽസ്, അഗൈൻ സെർവേഴ്സ്, സർവീസ്, അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു 2 രംഗത്താണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ബിസിനസ് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷത്തെ എൻ്റെ ഒരു മേജർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ നിന്ന് മാറിയിട്ട് കോർപ്പറേറ്റ് ബിസിനസ്സിലേക്കാണ് ഞാനിപ്പോൾ ഈ 2016 ഏറ്റവും മേജർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ മേജർ കമ്പനികളെ എല്ലാവരെയും ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ബേസിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളൊരു സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്.
അപ്പം ഏറ്റവും വലിയ കമ്പനികൾക്ക് എല്ലാവർക്കും അവരുടെ ഇപ്പോൾ ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്പ് സെർവേഴ്സ്, മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസും എല്ലാം കൊടുക്കുന്ന ഒരു രീതിയിലേക്കും കൂടി ഞങ്ങളുടെ ഒരു ബിസിനസ് ഒരു കോർപ്പറേറ്റ് സെഗ്മെൻറ്റിലും കൂടി ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളിപ്പോൾ ആ ഒരു വർക്കിലേക്കും കൂടിയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളൊരു ബിസിനസ് മാറിയിരിക്കുന്നത്. IT ബിസിനസ് തിരഞ്ഞെടുത്തതല്ല, അതിങ്ങനെ എന്തോ ഇപ്പോൾ ട്രെയിനിങ്ങിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ട്രെയിനിങ്ങിനേക്കാളും അപ്പോൾ ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് സെൻറ്ററിന് വേണ്ടി കുറേ കമ്പ്യൂട്ടേഴ്സൊക്കെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ആ കമ്പ്യൂട്ടറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ അസംബ്ലേഴ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ സെല്ലിങ് ഇങ്ങനെയുള്ള വിൽക്കുന്ന സ്ഥലത്തുമൊക്കെ ചെന്നപ്പോൾ ഞങ്ങൾക്കും അത് ചെയ്താൽ എന്തെന്നുള്ളൊരു ചിന്ത വന്നു. അതിൽ നിന്നാണ് ആ ഒരു ബിസിനസ്സിലേക്ക് ഞങ്ങൾ മാറിയത്. ഈ ഒരു ബിസിനസ്സിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ഫസ്റ്റ് ലേഡി എൻ്റർപ്രണർ എന്നുള്ള ലെവലിൽ ഈ സെഗ്മെൻറ്റിൽ പ്ലേസ്ഡ് ആയ ഒരാളാണ്. എനിക്ക് ഈ ഒരു ബിസിനസ് എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ് വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഈ ഒരു ബിസിനസ് എനിക്ക് ഒത്തിരി അധികം ഭാഗ്യങ്ങൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു 2009 ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് ഒരു 100 കോടി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു ടേൺ ഓവർ വൈസ് ആണെങ്കിൽ പോലും വളരെയധികം നല്ല ലെവലിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും നല്ല നിലയിലേക്ക് ഇപ്പോൾ ലേഡീസ് ഈ സെഗ്മെൻറ്റിൽ അധികം ഇല്ലാതിരുന്നതുകൊണ്ട് പലപ്പോഴും എനിക്ക് ഒത്തിരി അധികം ശ്രദ്ധയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട്സ് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നതിന് ശേഷം ലഭിച്ചിട്ടുണ്ട്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്യേണ്ട ഒരു ബിസിനസ്. ശരി, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കാണെങ്കിലും തൊഴിൽ സാധ്യത ഒത്തിരി അധികം ഉണ്ട്. ഇപ്പോൾ ശരിക്കും BPOs ഒത്തിരി അധികം തൊഴിൽ സാധ്യതകളുണ്ട്. ഇപ്പം എല്ലാ ആൾക്കാർക്കും എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ സാധ്യതകളുണ്ട്. പക്ഷേ അതിലേക്കുള്ള ഒരു മനസ്സും അതിലേക്കുള്ളൊരു താല്പര്യം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അവസരങ്ങൾക്ക് ഒട്ടും കുറവില്ല. പക്ഷേ ആ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു തീരുമാനം ഇല്ലാത്തവർ മാത്രമേ ശരിക്കും വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണുള്ളൂ. അല്ലാതെ ഇപ്പം എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്ന എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊക്കെ ശരിക്കും ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ്. എന്നിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അന്നിപ്പോൾ ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരില്ല. അതിൽ നിന്ന് വന്നിട്ടും ഈ ഒരു 20-22 വർഷം ഈ ഒരു ബിസിനസ്സിൽ നിലനിൽക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് ആൾക്കാർക്കും ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ബിസിനസ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും പോരായ്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ ഒത്തിരി ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ പ്രോഫിറ്റബിലിറ്റി പോയിന്റ് ഭയങ്കര മോശമായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ് ഈ ഒരു ബിസിനസ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയായിട്ട് ആലോചിക്കുമ്പോൾ ഈ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി ഇല്ല. അതൊരു വലിയൊരു തലവേദനയാണ് ശരിക്കും പറഞ്ഞാൽ. തുടക്കകാലത്തിൽ ഇപ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എല്ലാ ദിവസവും ഉണ്ട്, ഇല്ലയെന്ന് പറയില്ല. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം പക്ഷേ അതിനെ നമ്മൾക്ക് ഓരോ ദിവസവും വരുന്ന ഓരോ ചലഞ്ചസിനെയും വളരെ ദൈവാനുഗ്രഹത്തോടെ അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നേരിടാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഒളിച്ചോടാതെ ആ സൊല്യൂഷനെ ഓവർകം ചെയ്യാനുള്ളൊരു എനർജി നമുക്കൊരു ദൈവാനുഗ്രഹത്തെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടീമിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു അടുത്തൊരു വഴി എന്തായാലും നമ്മൾക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അത് ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്.